എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കാം. ക്യാമറ ഓൺ ചെയ്തോളൂ. രണ്ട് കഴിച്ച് മുദ്ര വയ്ക്കാം. കണ്ണടച്ചിരിക്കാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. നമസ്കാര മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് പ്രാർത്ഥിച്ച് ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. ചിണ്ടാവും സെൻറ്റർ പാമി. വെള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമ്മ. രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ള കയ്യിലോട്ട് കണ്ണു തുറന്ന് നോക്കുക. സാവധാനം തിരിച്ചു വരാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രീത്തിങ് എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് കൈ ഷോൾഡർ ലെവൽ വെച്ചോ. സാവധാനം വലത്തോട്ടൊന്ന് ചരിഞ്ഞ് ശ്വാസം എടുത്ത് വരാം. ശ്വാസം എടുത്ത് ഓപ്പോസിറ്റ്. സാവധാനം ശ്വാസം എടുക്കുക. റിലീസ് ചെയ്യുക. ബ്രീത്തിങ്. Breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out. സാവധാനം രണ്ട് കൈ മുകളിലേക്ക് ഉയർത്താം. സാവധാനം തിരിച്ചു വരാം. ശ്വാസം എടുത്ത് കൈ ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. Breathing, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out. റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. സാവധാനം കണ്ണു തുറക്കാം. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. നമ്മുടെ ഇടത് കൈ വലത് കാൽമുട്ടിലോട്ട് വെച്ച് നമ്മുടെ വലത് കൈ പുറകിൽ വയ്ക്കുക. സെൻറ്റർ ഭാഗത്ത് വയ്ക്കുക. പുറകിലോട്ട് തിരിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. നമ്മുടെ വലത് കൈ ഇടത് കാൽമുട്ടിലോട്ട് വയ്ക്കുക. നമ്മുടെ ഇടത് കൈ പുറകിൽ വയ്ക്കുക. സെൻറ്റർ ഭാഗത്ത് പുറകിലോട്ട് തിരിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം രണ്ട് കൈ മുകളിലേക്ക് ഉയർത്താം. ഓക്കെ, ഒന്ന് രണ്ട് റൗണ്ട് ചെയ്യാലോ. 1 സെൻറ്റർ, 2 സെൻറ്റർ, 1 സെൻറ്റർ, 2 സെൻറ്റർ, 1 സെൻറ്റർ, 2 സെൻറ്റർ. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. എല്ലാവരും ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം കണ്ണു തുറക്കുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടോളൂ. കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3. കാല് തുറക്കുക. അങ്ങനെയൊക്കെ 1 2 3. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക. രണ്ട് കാലം ഒരുമിച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 3 4 5 6. സാവധാനം കാല് പുറകിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ച് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. മുന്നിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ച് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം റിലീസ് ചെയ്യുക. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക. വലത്ത് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. വിരലുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക.
ടൈറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. 1 2 1 2 1 2. സാധാരണ 2 കാലം ഓപ്പൺ ചെയ്യുക, ഓരോ കാലം ഇത് മടക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാധാരണ 2 കാലം ചേർത്ത് വയ്ക്കുക, 2 കാലം ഒരുമിച്ച് മടക്കിയ. 1 2 1 2 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക. വലത് കാല് മടക്കി വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വെച്ച് കട്ടൽ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാധാരണ റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ് മാക്സിമം വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാധാരണ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് 2 കാലം ഒരുമിച്ച് ചേർത്ത് വെച്ച് മാക്സിമം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം പുറത്തേക്ക് വിട്ടങ്ങ് റിലീസ് ചെയ്ത് ഫ്രീ ആയിട്ട് അങ്ങിരുന്ന്. ഒരിക്കോട് ചെയ്യാം. നന്നായിട്ട് 2 കാലം മടക്കി വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ട് ഇരിക്കുക. സാധാരണ തിരിച്ചു വരാം. 2 കാലം ഓപ്പൺ ചെയ്യുക. 2 കൈ കൊണ്ട് ക്രോസ് ചെയ്ത് ടച്ച് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയേ. 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ആയിട്ടിരിക്കുക. സാധാരണ തിരിച്ചു വരാം. 2 കാലം ഓപ്പൺ ചെയ്ത് വെച്ച് 2 കൈ കൊണ്ട് ലോക്ക് ചെയ്യുക. അരി ആട്ടുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. Opposite. 1 2 3 4 5 6. റിലാക്സ് ആയിരിക്കുക. സാധാരണ ബട്ടർഫ്ലൈയിലോട്ട് വരാം. 2 കാലം ബട്ടർഫ്ലൈയിലോട്ട് വെച്ച് 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. ഫ്ലൈ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് ഔട്ട് ചെയ്യുക. സ്പീഡ് ഔട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. സ്ലോ ചെയ്ത് 1 2 3. സ്റ്റോപ്പ് ചെയ്യുക. ശ്വാസം എടുത്ത് കൈ ഉയർത്താൻ. നന്നായിട്ട് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നോട്ട് വന്ന് എവിടെയാണോ ടച്ച് ചെയ്യാൻ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്ന്. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. കൈയോടെ ഫ്ലൈ ചെയ്ത 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയേ. 1 2 3 4 5 6 7 8 9 10. സ്ലോ ചെയ്തേ. 1 2 3. സ്റ്റോപ്പ് ചെയ്യുക. ശ്വാസം എടുത്ത് കൈ ഉയർത്താൻ. ലോക്ക് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലേക്ക് എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6.
സാവധാനം ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനുശീർഷാസനയാണ് ചെയ്യുന്നത്. വലത് കാലം നീട്ടിയിടുക, ഇടത് കാലം മടക്കി, വലത് കാലിന് തുടയോട് ചവിട്ടി വെച്ച് ശ്വാസം എടുത്ത് കൈ ഉയർത്തുക, ലോക്ക് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാലം ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്ന്. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വന്നേ, മുന്നിലോട്ട്. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഓപ്പോസിറ്റ്. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക, ലോക്ക് ചെയ്യുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാലിൻ്റെ എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് ഇട്ട് മുന്നിലോട്ട് വന്ന് എവിടെയാണോ പറ്റുന്നത് അവിടെ കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനുശീർഷാസനമാണ് ചെയ്യാൻ പോകുന്നത്. പശ്ചിമോത്താനാസനയാണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക, രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വന്ന് എവിടെയാണോ പറ്റുന്നത് അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഇതിൻ്റെ കൗണ്ടർ പോസ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. ശ്വാസം എടുത്ത് രണ്ട് കാലം മടക്കി കുത്തി വെച്ച് സാവധാനം മുകളിലേക്ക് ഉയർന്നിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം റിലാക്സ് ആയിട്ടിരിക്കുക. ഒരിക്കൽ കൂടെ മുകളിലേക്ക് ഉയർന്നേ. ഒരിക്കൽ കൂടി മുകളിലേക്ക് ഉയരാം. ഉയർന്നതിന് ശേഷം വലത് കാല് മുകളിലേക്ക് ഉയർത്തിയ 1 2 3 4 5 6. സാധാരണ കാല് താഴെ വയ്ക്കുക. ഇടത് കാല് മുകളിലേക്ക് ഉയർത്തിയ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാധാരണ കാല് താഴെ വയ്ക്കുക. ഗുഡ്. റിലാക്സ് ആയിട്ടിരിക്കുക. സാധാരണ തിരിച്ചു വരാം. ക്രോസറ്റ് പൊസിഷൻ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? കിറെന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ സത്യഭാമ? ഇല്ല. ക്ലിയർ ഉണ്ടോ? ഉണ്ടോ? ഓക്കെ. അതാ ചെറുതായിട്ട്. ഓക്കെ. അത് അപ്പുറത്ത് വീട് പണി നടക്കുന്നുണ്ട്. അവിടെ കെയിലെന്തോ കട്ട് ചെയ്യുന്ന സൗണ്ടാണ്. ഓക്കെ. റിലാക്സ് ആയിട്ടിരിക്കുക. കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. Inhale, exhale, inhale, exhale. ഇടത് കൈ മുദ്ര വയ്ക്കുക. വലത് കൈ നാസിക മുദ്ര. രണ്ട് മൂക്ക് അടച്ചു പിടിച്ച് ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക. വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക. ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. ബ്രീത്ത് ഹോൾഡ് ചെയ്യുക.
വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക, വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക, ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. രണ്ട് മൂക്ക് അടച്ചു പിടിക്കുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് ഓപ്പൺ ചെയ്യുക, വലത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. 1 2 3 4. ലാസ്റ്റ് എക്സലേഷൻ. രണ്ട് മൂക്ക് അടച്ചു പിടിച്ച് എത്ര സമയം ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇടത് മൂക്ക് ഓപ്പൺ ചെയ്യുക, ഇടത് മൂക്കിലൂടെ എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8. സാവധാനം കൈ റിലീസ് ചെയ്യുക, കണ്ണടച്ചിരിക്കുക. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. സാവധാനം കണ്ണു തുറക്കുക. രണ്ട് കൈ പോയി സപ്പോർട്ട് ചെയ്യുക, കാലൊക്കെ ഒന്ന് നീട്ടിയിടുക. 1 2 3. കാല് തുറക്കാനൊക്കെ 1 2 3. ഒരു ചെയ്യുക. 1 2 3. കാല് തുറക്കാനൊക്കെ 1 2 3. സാവധാനം തിരിച്ചു വരാം. ക്ലോസ്ഡ് പൊസിഷൻ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. കണ്ണ് നന്നായിട്ട് തുറന്ന് വയ്ക്കുക. കണ്ണിൻ്റെ കൃഷ്ണമണി വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. 1 2 3 4 5 6 7 8 9 10. സാവധാനം കണ്ണടയ്ക്കുക. ഉള്ള കൈ നന്നായിട്ട് കൂട്ടിത്തിരുമ. രണ്ട് കൈ കപ്പ് ചെയ്യുക, കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഒരിക്കൽ ചെയ്യുക, ഒരിക്കൽ ചെയ്യുക. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന മുകളിലേക്കും താഴേക്ക് നോക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം കണ്ണടയ്ക്കുക. ഉള്ള കൈ നന്നായി കൂട്ടിത്തിരുമ. രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഒരിക്കൽ ചെയ്യുക, ഒരിക്കൽ ചെയ്യുക. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കണ്ണ് നന്നായിട്ട് തുറന്ന് വയ്ക്കുക. താഴേക്ക് നോക്കുക, താഴേക്ക് നോക്കുക. വലത് സൈഡിലോട്ട് നോക്കുക, മുകളിൽ നോക്കുക. ഇടത് സൈഡിലോട്ട് നോക്കുക, താഴെ നോക്കുക. വലത് സൈഡിലോട്ട് നോക്കുക, മുകളിൽ നോക്കുക. ഇടത് സൈഡിലോട്ട് നോക്കുക, താഴെ നോക്കുക. വലത് സൈഡിലോട്ട് നോക്കുക, മുകളിൽ നോക്കുക. ഇടത് സൈഡിലോട്ട് നോക്കുക, താഴെ നോക്കുക. ഓപ്പോസിറ്റ്. ഇടത് സൈഡിലോട്ട് നോക്കുക, മുകളിൽ നോക്കുക. വലത് സൈഡിലോട്ട് നോക്കുക, താഴെ നോക്കുക. ഇടത് സൈഡിലോട്ട് നോക്കുക, മുകളിൽ നോക്കുക. വലത് സൈഡ് നോക്കുക, താഴെ നോക്കുക. ഇടത് സൈഡ് നോക്കുക, മുകളിൽ നോക്കുക. വലത് സൈഡ് നോക്കുക, താഴെ നോക്കുക. കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. ഉള്ളം കൈ നന്നായിട്ട് കൂടി തിരുമ. എൻ്റെ കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഒരിക്കൽ ചെയ്യാം, ഒരിക്കൽ ചെയ്യാം. നമുക്ക് സാവധാനം തടവിയെടുക്കാം. ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കഴുത്തിൻ്റെ എക്സസൈസാണ് ചെയ്യുന്നത്. കഴുത്ത് മാക്സിമം പുറകിലോട്ടുള്ളൊരു അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, up down. Center side looking. 1 center, 2 center, 1 center, 2 center, 1 center, 2 center, 1
സെൻറ്റർ, 2 സെൻറ്റർ. സാധാരണ റിലീസ് ചെയ്യുക. വലത് സൈഡിലോട്ട് കഴുത്തിന് ചരിച്ചു കൊടുക്കുക. 1 2 1 സെൻറ്റർ, 2 സെൻറ്റർ, 1 സെൻറ്റർ, 2 റിലീസ് ചെയ്യുക. രണ്ട് കൈ മുന്നോട്ട് ഇങ്ങോട്ട്. 1 2 3 4 5 6 7 8 9 10. കൈ തിരിച്ചു പിടിച്ചേ. കൈപ്പത്തി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 3 4 5 6. കൈ ചുരുട്ടി പിടിക്കുക. റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. വിരലുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. 1 2 1 2 1 2 1 2. സാധാരണ റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. സാധാരണ തിരിച്ചു വരാം. രണ്ട് കൈ ഷോൾഡർ ലെവൽ വയ്ക്കുക. രണ്ട് കൈയുടെ മുട്ട തമ്മിൽ ടച്ച് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. സാധാരണ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രസ്റ്റിൽ ക്യാൻസർ എന്ന് വരാതിരിക്കേണ്ട എക്സസൈസ് ആണ്. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയേ. 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യുക. രണ്ട് കൈ കാൽമുട്ടിലോട്ട് വയ്ക്കുക. റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. Opposite. 1 2 3 4 5 6. റിലീസ് ചെയ്യുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് നീട്ടിട്ടോ. കാലൊക്കെ നീട്ടിയിടുക. കാലൊക്കെ ഒന്ന് ഇറക്കി കൊടുക്കുക. 1 2 3 4. കാലിൻ്റെ തുട ഭാഗമൊക്കെ. 1 2 3 4. ഒരിക്കൽ ചെയ്യുക. 1 2 3 4. ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കാലിൻ്റെ ഉപ്പിറ്റി വേദന മാറേണ്ട എക്സസൈസ് ആണ്. നമ്മുടെ ഇടത് കാലിൻ്റെ തള്ളവരൻ്റെ പുറത്ത് വലത് കാലിൻ്റെ ഉപ്പിറ്റി എടുത്ത് വയ്ക്കുക. വലത്തോട്ട് ഇടത്തോട്ട് ചരിച്ചു കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. Opposite. 1 2 3 4 5 6 7 8 9 10. പ്ലേസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിരിക്കുക. സാധാരണ എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് ചെയ്യുന്നേ. ചെറിയ ലൂസായി എക്സസൈസ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. Opposite. 1 2 3 4 5 6. കൈയൊക്കെ നീട്ടി കൊടുക്കുക. ഓരോ കൈ ഉയർത്തി താഴ്ത്തി ചെയ്ത്. 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യുക. രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തി. 1 2 3 4 5 6 7 8 9 10. റിലീസ് ചെയ്യുക.
രണ്ട് കൈ ഇടുപ്പിലോട്ട് വെച്ച് റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5 6 opposite 1 2 3 4 5 6 release ചെയ്യാം. നെക്സ്റ്റ് 1 2 3 4 5 6 opposite 1 2 3 4 5 6 സാധാരണ റിലീസ് ചെയ്യാം. കൈ വീശി നടന്ന് 1 2 3 4 5 6 7 8 9 10 body 1 2 3 4 5 6 7 8 9 10 റിലാക്സ് ആയിട്ട് നിൽക്കുക. ചെറിയൊരു എക്സസൈസും കൂടെ ചെയ്യാം. രണ്ട് കൈ മുകളിലേക്ക് ഉയർത്താം. 1 2 3 4 5 6 7 8 9 10 ഒരിക്കലും ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 ഗുഡ്. റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ട് നിൽക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകെ കെട്ടിയ കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ ബോഡിയിൽ വന്ന മാറ്റത്തെ ശ്രദ്ധിക്കുക. സാവധാനം തിരിച്ചു വരാം. രണ്ട് കൈ സ്ട്രൈറ്റ് ആക്കി വെച്ച് 1 2 1 2 1 2 1 2 1 2 1 2 റിലീസ് ചെയ്യാം. കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കുക. രണ്ട് കൈ താഴെ പുറകിലേക്ക് വയ്ക്കുക. 1 2 3 4 5 6 7 8 9 10 സ്പീഡോട്ട് ചെയ്ത് 1 2 3 4 5 6 7 8 9 10 റിലാക്സ് ആയിട്ട് നിൽക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകെ കെട്ടിയേ ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. രണ്ട് കൈ ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ കോർത്ത് പിടിച്ച് 1 2 1 2 1 2 1 2 എല്ലാവരും നന്നായിട്ട് ചെയ്തേ. 1 2 1 2 1 2 1 2 1 2 റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ട് ഇരിക്കുക. സാവധാനം തിരിച്ചു വരാം. എല്ലാവരും ഓക്കെ ആണോ? ടയേർഡായോ? ഓക്കെ ആയവർ കൈ കാണിച്ച് ഓക്കെ ആണോ? ഓക്കെ ആണോ? നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ രണ്ട് കാലം ചേർത്ത് വയ്ക്കുക. രണ്ട് കൈ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് വെറുതെ ലോക്ക് ചെയ്തേ. നന്നായിട്ട് ബോഡി മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. കാലിൻ്റെ ഉപ്പുറ്റി കൂടെ ഉയർത്തി കൊടുത്തേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10 സാവധാനം കാല് താഴെ വയ്ക്കുക. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം.
രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ പുറകെ കെട്ടിയ ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോണാസനയാണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് കാൽ ചേർത്ത് വയ്ക്കുക, രണ്ട് കൈ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് വെച്ച് നമസ്കാര മുദ്രയോട്ട് വന്ന് നന്നായിട്ടൊന്ന് ബോഡി മുകളിലോട്ട് വലിച്ചു പിടിക്കുക. പല സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്ത് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 സെൻറ്റർ ഓപ്പോസിറ്റ് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 സെൻറ്റർ. സാവധാന ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ട് രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ പുറകെ കെട്ടുക, തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ച് നിൽക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. റിലാക്സ് ആയിട്ട് നിൽക്കുക. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പാദഹസ്താസനമാണ് ചെയ്യാൻ പോകുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക, ലോക്ക് ചെയ്യുക. നന്നായിട്ട് ബോഡി മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലേക്ക് വന്ന് എവിടെയാണോ പറ്റുന്ന അവിടെ ടച്ച് ചെയ്ത് കുനിഞ്ഞ് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്താം, ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഇതിൻ്റെ കൗണ്ടർ പോസ്റ്ററാണ് ചെയ്യുന്നത്. രണ്ട് കൈ ഇടുപ്പിലോട്ട് വയ്ക്കുക, ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് നന്നായിട്ടൊന്ന് വളയുക. മാക്സിമം ഒന്ന് വളഞ്ഞ് ചെയ്യുന്നത് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം മുന്നിലേക്ക് വരാം. മുന്നിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്നതിന് ശേഷം റിലീസ് ചെയ്യാം. ഓക്കെ, ഒരിക്കൽ കൂടെ ചെയ്യാം. ഒരിക്കൽ കൂടെ പുറകിലോട്ട് വെച്ച് നന്നായിട്ട് ശ്വാസം എടുക്കുക, പുറകിലോട്ട് നന്നായിട്ട് വളഞ്ഞ് ചെയ്യുന്നത് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം ശ്വാസം എടുത്ത് വന്ന് ജസ്റ്റ് ഒന്ന് മുന്നിലോട്ട് വന്നതിന് ശേഷം സാവധാനം റിലീസ് ചെയ്യുക. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് നിന്ന് രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ പുറകെ കെട്ടി കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടാം. റിലാക്സ് ആയിട്ട് നിൽക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദേവിയാസനമാണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ ശ്വാസം എടുത്ത് തലയുടെ മുകളിലേക്ക് ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ട് അരമണ്ഡലത്തിൽ ഇരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. പറ്റുന്നവർ ഫ്രണ്ടിലോട്ട് രണ്ട് കൈ വെച്ച് രണ്ട് കൈ ഫ്രണ്ടിലോട്ട് വെച്ചോ. വച്ചിട്ട് നിങ്ങളുടെ നോട്ടം നേരെ നോക്കുക, കാലിൻ്റെ ഉപ്പുറ്റി ഉയർത്തി കൊടുത്ത് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കാല് താഴെ വയ്ക്കുക, ശ്വാസം എടുത്ത് വരാം. 1 2 3 4. സാവധാനം ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് ഉയർത്താം, ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. റിലാക്സ് ആയിരുന്നാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെയർ പോസ് ആണ്. അത് ചെയ്യുന്നത് ചെയർ ഇല്ലാതെ എങ്ങനെ ചെയറിലിരിക്കുക. ഓക്കെ, ചെയ്യുന്നത് രണ്ട് കാലം ചേർത്ത് വെച്ച് ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് ഉയർത്തി കണ്ടോ ഇരിക്കുന്നത് പോലെ. ചെയർ ഇല്ലാതെ എങ്ങനെ ഇരിക്കാം. ചെയർ പോസ് ആണ് ഉത്കടാസന. ചെയ്യാലോ. രണ്ട് കാലം ചേർത്ത് വയ്ക്കുക, രണ്ട് കൈ ചേർത്ത് വയ്ക്കുക, ശ്വാസം എടുത്ത് കൈ മുകളിലേക്ക് ഉയർത്തിയോ. ഇനി ഇരുന്നോളൂ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം ശ്വാസം എടുത്ത് വരാം, ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ പുറകെ കെട്ടി കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക.
തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വലത് കാല് മടക്കി വയറിനോട് നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാധാരണ കാല് താഴെ വയ്ക്കാം. ഓപ്പോസിറ്റ് കാല് വെച്ച് നോക്കിയേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. സാധാരണ റിലീസ് ചെയ്യുക. സാധാരണ ഇരുന്നോളൂ. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? പറയുന്നത് ഉണ്ട്. ഓക്കെ. റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട്. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട്. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട്. സാവധാനം കണ്ണുറക്കുക. ടയേർഡായോ എല്ലാവരും? ടയേർഡായോ? ഇല്ല, കുഴപ്പമില്ല. ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗുഡ്. രണ്ട് കൈ പുറകെ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ ഒന്ന് കിട്ടിയിടും. കാലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. 1 2 3 4. അതിൻ്റെ കൂടെ ഭാഗമൊക്കെ 1 2 3. ക്രോസ് ലെഗ് പൊസിഷനിലോട്ട് വന്നേ. അവിടെ നിന്ന് വലത് കാലം മടക്കി കുത്തി വയ്ക്കാം. വച്ചോ. വലത് കാലിൻ്റെ തള്ള വിരലിൽ പിടിച്ചോ. ഉയർത്തി നോക്കിയേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം തിരിച്ചു വരാം. ഒരിക്കലും ചെയ്ത് നോക്കിയേ. ശ്വാസം എടുത്ത് ഉയർത്താം. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കാല് തിരിച്ചുകൊണ്ട് വരാം. ക്രോസ് ലെഗ് പൊസിഷനിലോട്ട് വരാം. ഇടത് കാലെടുത്ത് വെച്ച് വലത് കാല് അകത്തോട്ടങ്ങ് വെച്ചോളൂ. ഇടത് കാലെടുത്ത് വയ്ക്കാം. ഇടത് കൈ കൊണ്ട് ഇടത് കാലിലെ തള്ള വരനെ പിടിച്ചോ. ശ്വാസം എടുത്തോണ്ട് ഓപ്പൺ ചെയ്ത് വെച്ച്. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാധാരണ കാല് താഴെ വയ്ക്കുക. ഒരിക്കലും ചെയ്യാം. ശ്വാസം എടുത്ത് കാല് ഉയർത്താം. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം തിരിച്ചു വരാം. റിലാക്സ് ആയിട്ട് ഇരിക്കാം. സാവധാനം രണ്ട് കാൽ നീട്ടിയിടാം. രണ്ട് കാൽ ബട്ടർഫ്ലൈയിലോട്ട് വച്ചോ. ബട്ടർഫ്ലൈയിലോട്ട് വച്ചതിന് ശേഷം രണ്ട് കാലിനെ തള്ള വിരലിൽ പിടിച്ചേ. ബട്ടർഫ്ലൈയിലോട്ട് വച്ചതിന് ശേഷം രണ്ട് കാലിനെ തള്ള വിരലിലോട്ട് പിടിക്കുക. ട്രൈ ചെയ്ത് നോക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം സ്ട്രൈറ്റ് ആക്കി കൊടുക്കും. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം തിരിച്ചു വരാം. ബ്രീത്തിൽ ശ്രദ്ധിച്ച് മുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ കിട്ടും. ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് കാലിനെ ഇങ്ങനെ കൊണ്ടുവരരുത്. സാവധാനം പതിയെ കൊണ്ടുവന്ന് ഓക്കെ ആയതിനു ശേഷം സാവധാനം മുകളിലേക്ക് നോക്കി ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ കിട്ടും. ഒരിക്കൽ ഇവിടെ ചെയ്ത് നോക്കിയേ. രണ്ട് കാലിനെ തള്ള വിരലിൽ പിടിച്ച് സാവധാനം ശ്വാസം എടുത്ത് സാവധാനം കാല് സ്ട്രൈറ്റ് ആക്കുക. ഒറ്റയടിക്കല്ല. ഓക്കെ ആക്കുക. ഇനി മുകളിലേക്ക് നോക്കിയേ. ബ്രീത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം തിരിച്ചു വരാം. കണ്ടോ? ബ്രീത്തിൽ ശ്രദ്ധിച്ചപ്പോൾ കിട്ടിയില്ലേ? ആ ബ്രീത്തിൽ ശ്രദ്ധിച്ച് നിന്നാലേ കിട്ടുള്ളൂ. ഒറ്റയടിക്ക് കാലിങ്ങനെ എടുത്തങ്ങ് വയ്ക്കരുത്. എനിക്ക് പുറകിലോട്ട് മറിഞ്ഞങ്ങ് വീഴും. അങ്ങനെയല്ല. കൺട്രോൾ ചെയ്ത് ഓക്കെ ആക്കിയതിന് ശേഷം പിന്നെ മുകളിലേക്ക് നോക്കി വന്ന് ഹോൾഡ് ചെയ്ത് നിന്നാൽ മതി. കാലൊക്കെ നനക്കി കൊടുക്കുക. 1 2 3
കാലിൻ്റെ തുടഭാഗമൊക്കെ 1 2 3. റിലാക്സ് ആയിട്ടിരിക്കുക. സാധാരണ തിരിച്ചു വരാം. വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നവർ വജ്രാസനത്തിൽ ഇരുന്നേ. വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നവർ വജ്രാസനത്തിൽ ഇരിക്കാം. ഇരുന്നോ. സാധാരണ കാൽമുട്ടിൽ എഴുന്നേറ്റ് നിന്നോ. കാൽമുട്ട് വേദനയൊക്കെ ഉള്ളവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലാത്തവർ കാൽമുട്ടിൽ എഴുന്നേറ്റ് നിൽക്കുക. സാധാരണ കാൽമുട്ടിലിരുന്നേ. എഴുന്നേറ്റ് ഇരുന്നേ. ഓക്കെ, 2 കൈ കെട്ടിയേ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ടിരിക്കുക. ഈ കാൽമുട്ട് വേദനയൊക്കെ ഉള്ളവർ ഇത് കണ്ടോ, ഈ സാധനം അറിയോ? അപ്പോൾസറി വർക്ക് ചെയ്യുന്നതാണ്. സ്പോഞ്ചാണ്. ഉണ്ടോ? അപ്പോൾസറി കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും വേസ്റ്റ്. ഈ ഒരു സംഭവം കാലിൻ്റെ മുട്ടിൽ വെച്ച് വേദനിക്കില്ല. എന്താ പഞ്ഞി പോലെ ഇരിക്കും. കണ്ടോ? കാൽമുട്ട് വേദനയൊക്കെ ഉള്ളവരിങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ ഈ മെത്തയുടെയൊക്കെ പീസാണ്. കണ്ടോ? കാൽമുട്ട് വേദന തേയ്മാനമൊക്കെ ഉള്ളവരെന്ത് ചെയ്യുക, ഇതുപോലത്തെ സാധനം വാങ്ങിയിട്ട് കാൽമുട്ട് തേയ്മാനമുള്ളവർ, ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവരിങ്ങനെ വച്ചിട്ട് 1 2 1 2. മുട്ടിനൊരു പെയിനും ഇല്ല. നല്ല വജ്രാസനത്തിൽ ഇരിക്കുന്നവർ ഇങ്ങനെ വച്ചിട്ടിരിക്കുക. ഇതിനെക്കാട്ടിലും ഹൈറ്റ് ഉള്ളതുണ്ട്. വേറെ ഹൈറ്റ് ഉള്ളത് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വേദനിക്കില്ല. കാല് നന്നായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. കാൽമുട്ട് തേയ്മാനം ഉള്ളവർക്കാണ്. കാൽമുട്ട് വേദന ഉള്ളവരും പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇല്ലാത്തവർക്ക് വേണ്ട. നിങ്ങളെ വീടിനടുത്തുള്ള അപ്പോൾസറി കടയിൽ തിരക്കി അവർ വേസ്റ്റ് തരും. പൈസയൊന്നും കൊടുക്കണ്ട, അവർ കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന വേസ്റ്റ് തരും. ഓക്കെ, ഇതുപോലത്തെ സാധനം യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടിലിങ്ങനെ എണീറ്റിരിക്കുക. പറ്റാത്തവർ ഇരുന്നോളൂ, ചെയ്യേണ്ട. എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പറ്റാത്തവർ എണീറ്റ് നിൽക്കേണ്ട, ഇരുന്നോളൂ. പറ്റുന്നവർ മാത്രം എണീറ്റ് ചെയ്യുന്നേ. എന്നോ 2 കൈ ഇടുപ്പിലോട്ട് വെച്ചോ. 1 2 1 2 1 2 1 2. ഓക്കെ, ഗുഡ്. റിലാക്സ് ആയിട്ട് ശശാങ്കാസനത്തിൽ ഇരിക്കുക. അതായത് 2 കാൽമുട്ട് വെച്ച് 2 കൈ മുന്നിലോട്ട് വെച്ച് കുനിഞ്ഞിരിക്കുക. സാവധാനം തിരിച്ചു വരാം. നമ്മളടുത്ത് ചെയ്യാൻ പോകുന്ന ഉഷ്ട്രാസനയാണ് ചെയ്യാൻ പോകുന്നത്. തൈറോയ്ഡ് മാറുന്നതിനും നടുവേദനയൊക്കെ മാറുന്നതിനുള്ള പോസ്റ്ററാണ്. പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി. കാൽമുട്ടിൽ എഴുന്നേറ്റ് നിൽക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഏത് കൈയാണോ ഞാനിപ്പോൾ ഇടത് സൈഡാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇടത് സൈഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വലത് കൈ മുകളിലോട്ട് ഉയർത്തുക. ഇടത് കൈ പുറകിലോട്ട് വെച്ച് ഇടത് കാലിൻ്റെ ഉപ്പുറ്റിയിൽ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ച് വയ്ക്കുക. ഓപ്പോസിറ്റ് കൈ. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം അടുത്ത് വന്നേ. തന്നോ. ഇനി ഓപ്പോസിറ്റ് കൈ. നിങ്ങൾ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് കൈ കാൽമുട്ടിലോട്ട് പിടിച്ചേ. ഓപ്പോസിറ്റ് കൈ മുകളിലേക്ക് ഉയർത്തി പിടിക്കുക. ഗുഡ്. സ്റ്റേ. 1
2 3 4 5 6. സാവധാനം ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഈ 2 കൈ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഒരു കൈ ഇങ്ങനെ വച്ചതിന് ശേഷം അടുത്ത കൈയും കൂടെ ശ്വാസം എടുത്ത് വന്ന് ഉണ്ടോ 2 കൈ മുറയിലേക്ക് വെച്ച് നോക്കുക. വന്ന് വീഴരുത്. കൺട്രോൾ ചെയ്ത് കൺട്രോൾ. ഒരു കൈ വെച്ച് ഓക്കെ ആയതിനു ശേഷം മാത്രം അടുത്തത് വയ്ക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാധാരണ ശ്വാസം എടുത്ത് ഒരു കൈ കൊണ്ടുവരാം, അടുത്ത കൈ കൊണ്ടുവരാം. കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. വെപ്രാളം കാണിക്കരുത്. വന്ന് വീഴും. കാൽമുട്ടിലിരുന്നേ. മുന്നിലേക്ക് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. അവിടെ നിന്ന് സാവധാനം കമിഴ്ന്ന് കിടന്നോളും. അവിടെ നിന്ന് സാവധാനം കമിഴ്ന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. സാവധാനം തിരിച്ചു വരാം. എല്ലാവരും ഒന്ന് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് കൂളാവുന്നതിനായിട്ടൊന്ന് റിലാക്സ് ആയിട്ട് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്ത 1 2 3 4 5 6 7 8 9 10. നേരത്തെ ഏത് സൈഡാണ് വെച്ച് കിടന്നത് ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വെച്ച് കിടന്നു. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോബ്ര പോസാണ് ചെയ്യാൻ പോകുന്നത്. 2 കൈ നെഞ്ചിന് 2 സൈഡിലോട്ട് വെച്ച് പുറകിരിക്കുന്ന 2 കാല് ചേർത്ത് വയ്ക്കുക. വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഹെഡ് ജസ്റ്റ് ഉയർത്തിയ മുകളിലേക്ക് നോക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം തിരിച്ചു വരാം. ഒരിക്കൽ കൂടി ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരാം. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ട് വരാം. റിലാക്സ് ആയിട്ട് കിടന്ന് എല്ലാവരും. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ധനുരാസനയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ബിഗിനേഴ്സ് ചെയ്യുന്നതാണ് ചെയ്യാൻ പോകുന്നത്. വലത് കാല് മടക്കി ലോക്ക് ചെയ്ത് വലത് കൈ കൊണ്ട് വലത് കാല് മടക്കി വലത് കൈ കൊണ്ട് ലോക്ക് ചെയ്തോ. ഇടത് കൈ താഴെ കുത്തി വെച്ച് ഈ ഇടത് കൈ ബലം കൊടുത്ത് മുകളിലേക്ക് ഇങ്ങനെ ഉയരണം. ഉയർന്നിട്ട് പുറകിരിക്കുന്ന കാല് പുറകിലോട്ട് വലിച്ചു പിടിക്കണം. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം തിരിച്ചു വരാം. റിലാക്സ് ആക്കി കിടക്കാം. ഇടത് കാലം മടക്കിയേ. ഇടത് കൈ കൊണ്ട് പിടിച്ച് വലത് കൈ സപ്പോർട്ട് ചെയ്ത് ഇവിടെ അമർത്തി പിടിച്ച് വലത് കൈ ഈ പുറകിരിക്കുന്ന കാല് പുറകിലോട്ട് വലിച്ചു പിടിക്കണം. ഈ വലത് കൈ കൊണ്ടാണ് ബലം കൊടുത്ത് ഉയർന്ന് പുറകിരിക്കുന്ന കാല് നന്നായിട്ട് വലിച്ചു പിടിച്ച് മുകളിലോട്ട് നോക്കിയേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കിടന്നോളൂ.
സാവധാനം തിരിച്ചു വരാം. രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് കൊടുക്കാം. സാവധാനം എഴുന്നേറ്റ് കാൽമുട്ടിലോട്ട് നടന്ന് കാൽമുട്ടിലോട്ട് പോയിരിക്കുക. കാൽമുട്ടിലോട്ട് ഇപ്പോൾ ഇരുന്നതിന് ശേഷം സാവധാനം വലത് സൈഡിലോട്ട് ഇരിക്കുക. കാലൊക്കെ ഒന്ന് നീട്ടിയിടുക. കാലൊക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. 1 2 3. കാലിൻ്റെ ഭാഗമൊക്കെ 1 2 3. സാവധാനം തിരിച്ചു വരാം. ഇപ്പോൾ കാൽമുട്ട് തേയ്മാനമൊക്കെ ഉള്ളവരും ആരോഗ്യ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലത്തെ ഒരു സംഭവം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും കുറച്ച് ഹൈറ്റ് ഉള്ളത് കിട്ടും. ബ്ലോഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അതാണ് യോഗയിലുള്ളവർ യൂസ് ചെയ്യുന്നത്. അതല്ല ഇത്, അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇത് പഞ്ഞിയാണ്, താഴ്ന്നു പോവും. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർ വാങ്ങണ്ട എങ്കിൽ നിങ്ങളെന്നും ഇത് വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ആരോഗ്യ പ്രശ്നമുള്ളവർ, മുട്ട തേയ്മാനം അങ്ങനെ എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് അപ്പോൾസറി കട എന്തെങ്കിലും ഉണ്ട്, മെത്തയൊക്കെ ഉണ്ടാക്കുന്ന കടയുണ്ടല്ലോ, അവിടെ വേസ്റ്റായിട്ട് അവർ മുറിച്ചിടും. അപ്പോൾ നമ്മുടെ കാല് വയ്ക്കുന്ന അളവിന് ഇതുപോലെ ഒരു പീസ് വാങ്ങിക്കഴിഞ്ഞാൽ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യാൻ പറ്റും. നട്ടൽ തേയ്മാനം ഉള്ളവർക്കല്ല, കാൽമുട്ട് തേയ്മാനം ഉള്ളവർക്ക്. അതായത് കാൽമുട്ട് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റും, ഇതിൽ പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ പള്ളിയിലൊക്കെ ചർച്ചിലൊക്കെ ഉണ്ട്, പള്ളികളിലൊക്കെ ഉണ്ട്, മുട്ടുകുത്തി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ പുറത്തൂടെ തുണി കവർ അടിച്ചിട്ടിട്ടാണ് അവർ പള്ളിയിലൊക്കെ അങ്ങനെ വയ്ക്കുന്നത്. ഓക്കെ, എൻ്റെ ഹസ്ബൻഡിന് അപ്പോൾസറി വർക്കാണ്, അതുകൊണ്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ വീട്ടിൽ ഒരുപാടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കാണിച്ചു തന്നത്. ഇതൊരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എടുത്ത് വച്ചിരിക്കാം. ഓക്കെ, ഇനി ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പുതിയ പോസ്റ്റേഴ്സൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഒരാഴ്ചയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് വച്ച് ഒക്കെ ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ ഒന്ന് ഓക്കെ ആയതിനു ശേഷം ഇത് മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് ചെയ്യാം. അടുത്ത ഉഷ്ട്രാസനം ആർക്കൊക്കെ ചെയ്യാൻ പറ്റി? ഉഷ്ട്രാസനം എന്ന് പറയുന്നത് നമ്മൾ മുട്ടിൽ നിന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ പുറകിലോട്ട് വച്ച് കാൽമുട്ടിൽ പിടിച്ച് നിൽക്കുന്നത്. ആർക്ക്? ആശയ്ക്ക് ചെയ്യാൻ പറ്റി? ഗുഡ്, അടിപൊളി. ഇന്ദുവിന് ചെയ്യാൻ പറ്റിയോ? കിട്ടിയോ രണ്ട് കൈയും? കിട്ടി, ഓക്കെ, അടിപൊളി. സത്യഭാമയ്ക്ക് കിട്ടിയോ? കിട്ടിയില്ലേ? ഒരു കൈ കിട്ടിയോ? ഒരു കൈ കിട്ടി. ഓക്കെ ആയതിനു ശേഷം പതിയെ രണ്ടാമത്തെ കൈയിലോട്ട് പോണം. പെട്ടെന്ന് രണ്ട് രീതിയിലും ചെയ്യാം. അടുപ്പിച്ചും വയ്ക്കാം, ഓപ്പൺ ചെയ്തും വയ്ക്കാം. ഓക്കെ, രണ്ട് രീതിയിലും ചെയ്യാം, അങ്ങനെ കുഴപ്പമില്ല. രണ്ട് കാല് ചേർത്ത് വയ്ക്കുന്നതാണ് ഓരോ ആൾക്കാർക്ക് ഓരോ കംഫർട്ടബിൾ ആയിരിക്കും. ചിലർക്ക് കാല് ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കിട്ടും, ചിലർക്ക് കാല് ചേർത്ത് വയ്ക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. രണ്ട് രീതിയിലും ചെയ്യാം. കാല് ഓപ്പൺ ഇത് രണ്ട് കാല് ഓപ്പൺ ചെയ്ത് പഠിക്കണം. പഠിച്ചിട്ട് പിന്നെ പുറക് വളയുമല്ലോ, നമ്മുടെ പുറക് വശം വളഞ്ഞു വരുമ്പോൾ നന്നായിട്ട് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാല് ചേർത്ത് വെച്ചായാലും ഓപ്പൺ ചെയ്താലും പിന്നെ ചെയ്യാൻ പറ്റും. യോഗ എന്താടാ? ഉഷ്ട്രാസന. അതെ, തൈറോയ്ഡ് മാറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന പോസ്റ്ററാണ്. നമ്മൾ കഴുത്തിങ്ങനെ സ്ട്രെച്ച് ചെയ്തല്ലേ വച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുവാണ്. ഇങ്ങനെ നിന്നതിന് ശേഷം ചേർത്തും വയ്ക്കാം. കൈ ചേർത്ത് വെച്ച് കാല് ചേർത്ത് വെച്ച് ചെയ്യാം, അകത്തിയും ചെയ്യാം. അകത്തി വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം മുകളിലോട്ട് നോക്കണം. നോക്കിയിട്ട് ഞാനിപ്പോൾ ഇടത് സൈഡാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി. കണ്ടോ, ഇടത് കൈ പിടിക്കണം. പിടിച്ചിട്ട് ഓക്കെ ആയതിനു ശേഷം സാവധാനം വലത് കൈ കൂടെ കൊണ്ടുപോയി വലത് കാലിൽ പിടിച്ച്. കണ്ടോ, കഴുത്താണ് സ്ട്രെച്ച് ആകുന്നത്. സാവധാനം ഓരോ കൈ വീതം എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ കൗണ്ടർ പോസ്റ്ററാണ്. നമ്മുടെ നട്ടൽ പുറകിലോട്ട് വളഞ്ഞു അല്ലേ, വളഞ്ഞിട്ട് നമ്മൾ അതുപോലെ അവിടെ നിന്ന് എണീച്ച് പോകരുത്. അടുത്തതിൻ്റെ കൗണ്ടർ പോസ്റ്ററാണ് ഇത്. നടുവിനെ സ്ട്രെച്ച് ചെയ്യുന്നത്. എന്നിട്ട് വലത് സൈഡിലോട്ട് ഇരിക്കണം. ഓരോ പോസ്റ്ററിനും ഓരോ രീതിയിലുണ്ട്. നമ്മളിങ്ങനെ ഇരുന്നിട്ട് പുറകിലേക്ക് വളയുമ്പോൾ നമ്മുടെ നട്ടൽ പുറകിലോട്ട് വളയുവാണല്ലേ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ എണീച്ചങ്ങ് പോകും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്യൂബൊക്കെ കണ്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിതൊരു പോസ്റ്റേഴ്സൊക്കെ കണ്ട് ചെയ്തിട്ട് നമ്മൾ നിർത്തി വെച്ചിട്ട് പോകും. അതുകൊണ്ടാണ് യോഗ ഒരു ട്രെയിനർ വഴി മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നത്. കാരണം ആ നട്ടൽ വളഞ്ഞിരിക്കുന്ന നട്ടലിനെ കറക്റ്റ് പൊസിഷനിലോട്ട് ആക്കണമെങ്കിൽ അതിൻ്റെ കൗണ്ടർ പോസ്റ്ററുണ്ട്. ആ പോസ്റ്ററാണ് ശശാങ്കാസനം. ഇങ്ങനെ കമഴ്ന്നിരുന്നില്ലേ നമ്മൾ, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വളഞ്ഞ നടുവ് എന്ത് ചെയ്യും, നന്നായിട്ട് സ്ട്രെച്ച് ആവും, കറക്റ്റ് പൊസിഷനിലാവും. പിന്നെ വജ്രാസനത്തിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് വലത് സൈഡിലോട്ട് ഇരുന്ന് എഴുന്നേറ്റ് വരണം. അതൊരു ട്രെയിനർ മാത്രമേ ഇങ്ങനെ പഠിപ്പിക്കുകയുള്ളൂ.
ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്ന് ഒരു യോഗ ട്രെയിനറിൻ്റെ കീഴിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുവാണെങ്കിൽ യൂട്യൂബിൽ ഓരോ ആൾക്കാർ കട്ട് ചെയ്ത് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ചുമ്മാ ചെയ്യുന്നു, നമ്മൾ എണീച്ചങ്ങ് പോകുന്നു നിർത്തി വെച്ചിട്ട് അല്ലേ. അങ്ങനെ വരുമ്പോഴേക്കും ചിലപ്പോൾ ബാക്ക് പെയിനൊക്കെ കൂടും. അതുകൊണ്ടാണ് യോഗ എന്ന് പറയുന്ന കാര്യം ഒരു ട്രെയിനറെ കീഴിൽ മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നത്. കാരണം അത് ഓരോരോ കാര്യങ്ങളുണ്ട്, സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യണം. അത് അത്രയ്ക്ക് നല്ല അറിയാവുന്ന ആളിനെ കൊണ്ട് ആളിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പഠിക്കണം എന്നാണ് പറയുന്നത് യോഗ. പിന്നെ അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ഒരു പരിമിതിയുണ്ട്. നമ്മളിപ്പോൾ ചെയ്ത ഉഷ്ട്രാസന പോലും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പുറകിലോട്ട് മറിഞ്ഞു വീഴും ഇല്ലേ. ആദ്യമൊക്കെ നിങ്ങൾ കൈ കൊണ്ടുപോയപ്പം വിറയ്ക്കുന്നില്ലേ, ഷിവർ ചെയ്യുന്നില്ലേ കൈയൊക്കെ, പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓഫ്ലൈനായിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റും, നിങ്ങളുടെ കൈ പിടിച്ചു വെച്ച് തരാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്നെ കാണാൻ പറ്റും, ഞാൻ ഈ ചെയ്യുന്ന പോസ്റ്റർ കുറച്ചും കൂടെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചില ആൾക്കാരെങ്കിലും തോന്നും എന്നും ഒന്ന് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലാസ്. അങ്ങനെയാണ്, എനിക്കും അറിയാം. എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സിന് ഇതിനെക്കാട്ടിൽ നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാം. പക്ഷേ ഓൺലൈൻ ക്ലാസ്സാണ് നമുക്കൊരു പരിമിതിയുണ്ട്. പിന്നെ എന്നാലും പഴയ ആൾക്കാരെ കാണുമ്പോൾ പാവം തോന്നും. കാരണം അവരിങ്ങനെ പ്രതീക്ഷിച്ച് നമ്മുടെ ക്ലാസ്സിൽ എന്നും വരുമ്പോൾ പുതിയത് പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പഠിപ്പിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ സത്യവാമെന്ന് പറയുന്ന ആൾ പറയും പേടി തോന്നി ഇല്ലേ. ഇപ്പം ഈ പേടിയെന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവില്ല. കാരണം ഒരാളുള്ളത് കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനല്ലേ. ഇതിപ്പോൾ അയാൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഞാൻ ഇവിടെ വേറൊരു സ്ഥലത്താണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആർക്കും പരസ്പരം ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം പുതിയ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാത്തത്. ഇതൊക്കെ ഉളുക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ പുറകിലോട്ടൊക്കെ മറിഞ്ഞു പോയാൽ ചിലപ്പോൾ നട്ടലൊടി. അതായത് പേടിപ്പിക്കുന്നതല്ല, എന്തെങ്കിലുമൊക്കെ ഡേഞ്ചറാണിത് ശരിക്കും പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നത്. പഴയ ആൾക്കാർ ഡെയിലി നമ്മുടെ ക്ലാസ്സിൽ കറക്റ്റ് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാടല്ല കുറച്ച് ആൾക്കാരുണ്ട്. എത്ര ബ്രേക്ക് വന്നാലും എന്തൊക്കെ വന്നാലും വീണ്ടും വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പുതിയത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ കുറേ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പുറകിലോട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടക്കുമ്പോൾ ചിലപ്പോൾ തലകറക്കം ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ശവാസനെ കിടന്ന് റെസ്റ്റ് എടുക്കണം. ഈ ആർക്കെങ്കിലും അറിയോ ഇങ്ങനെ കിടക്കണമെന്ന്? ഇല്ല. ചിലപ്പോൾ ഞാനും അറിയില്ല നിങ്ങൾക്ക് തലകറക്കം ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ തലകറങ്ങി വീണാൽ എന്ത് ചെയ്യും, വീട്ടിൽ ആരും ഇല്ലാത്തൊരു അവസ്ഥയാണ്. വൈകിട്ടായിരിക്കും ആരെങ്കിലും വീട്ടിലോട്ട് വരുന്നത് അല്ലേ. ഞാൻ പറയുന്നത് ശരിയല്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും പരസ്പരം ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അവിടെ സൂര്യ നമസ്കാരം പഠിപ്പിക്കും, പോസ്റ്റേഴ്സ് പഠിപ്പിക്കും. കുട്ടികളെ നേരിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന അത്രയും പോലും കുട്ടികൾ ചെയ്യുന്നില്ല സത്യം പറഞ്ഞ്. കാരണം അവർ യൂണിഫോമൊക്കെ ഇട്ട് ടൈറ്റ് പാൻറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ കാലും കൈയൊന്ന് പൊക്കിയെടുത്ത് വയ്ക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻ്റ് ആണ്, അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, സൂര്യ നമസ്കാരമൊക്കെ ചെയ്യിപ്പിക്കാനും ഒക്കെ പറ്റും. പക്ഷേ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ഒരു പരിമിതിയുണ്ട്. ചില ആൾക്കാർ പറയുന്ന കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാതെ വരെ മനസ്സിൽ പറയുന്ന ഒരു വലിയൊരു കംപ്ലൈൻ്റ് ആയിരിക്കും, ഈ ക്ലാസ്സിൽ എന്നും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇല്ലേ. നമ്മുടെ ക്ലാസ് ഏകദേശം ഒരുപോലെയാണ്. ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഒരുപോലെയാണ്. നമ്മൾ ബ്രീത്തിങ് എക്സസൈസ്, ഇരുന്നിട്ട് കുറേ പോസ്റ്റേഴ്സ്, കിടന്നിട്ട് ചെയ്യിപ്പിക്കും, ചിലപ്പം നിന്നിട്ട് ചെയ്യിപ്പിക്കും, പിന്നെ പ്രാണായാമം ചെയ്യിപ്പിക്കും. അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പരിമിതി ഉള്ളത് കൊണ്ടാണ് ചെയ്യിപ്പിക്കാതിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നമായാലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യും, അവർ ക്യാമറ ഓഫ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ചെയ്ത് വല്ലതും വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താണ്, അതെൻ്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ ചെയ്തിട്ടേ അടങ്ങുള്ളൂ അല്ലേ. എത്ര ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കും. അത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു ഇതാണ്, പ്രത്യേകമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യരുതെന്ന് പറയാൻ പാടില്ല, എങ്കിൽ അവർ ചെയ്ത് നോക്കും. ഓക്കെ, യോഗ 50% നല്ലതുമാണ്, 50% സൈഡ് എഫക്റ്റ് ഉണ്ട്. ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ നടുവേദന മാറാൻ വന്നിരിക്കുന്നത് നമുക്ക് നടുവേദന കൂടും, ചിലപ്പം ബെഡിൽ കിടപ്പ് വരായിപ്പോവും. ആരോഗ്യ പ്രശ്നം ഉള്ളവരുടെ കാര്യം, ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടൽ തേയ്മാനമൊക്കെ ഉള്ളവരെന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഒരുപാട് കുനിഞ്ഞിട്ടുള്ളതൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് പ്രശ്നമായിട്ട് വരും. യോഗ 100% യോഗയുടെ റിസൾട്ട് നല്ലതല്ല. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പോലെ തന്നെയാണ് യോഗയ്ക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗുണം 100% റിസൾട്ട് ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ട്രെയിനറെ കീഴിൽ ചെയ്യണമെന്ന് പറയുന്നത്. ചില ആൾക്കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പോവുകയാണ്, 10 ദിവസം ചെയ്യും, പിന്നെ മടിയാവും, ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ ചെയ്യില്ല. ഒരു ക്ലാസ്സിന് മാത്രമേ എല്ലാവരും ചെയ്യുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്ക് സൗണ്ടിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് അപ്പുറത്ത് പണി നടക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം കിട്ടുവാണെങ്കിൽ ഒപ്പിച്ച് വയ്ക്കണം. ആരോഗ്യ പ്രശ്നമുള്ളവർ, ഇല്ലാത്തവർ കിട്ടുവാണെങ്കിൽ ഒന്ന് കയ്യിലിരിക്കട്ടെ. ഓക്കെ, ഭാവിയിൽ നമ്മൾ
പുതിയ പുതിയ പോസ്റ്റേഴ്സൊക്കെ പഠിപ്പിച്ച് പുതിയ ഗ്രൂപ്പുകളൊക്കെ തിരിച്ച് പുതിയ പുതിയ ക്ലാസ്സിൽ വലിയ വലിയ വികസനങ്ങളൊക്കെ ഉണ്ടായി വരട്ടെ. വരുമ്പോൾ ചിലപ്പോൾ പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ആരോഗ്യ പ്രശ്നമില്ലാത്തവർക്ക് ഒരു ക്ലാസ്, ഉള്ളവർക്ക് ഒരു ക്ലാസ്, അങ്ങനെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് പേർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എൻ്റെ ഒപ്പം അപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോഴുള്ള പരിമിതികളിൽ ഇങ്ങനെയൊക്കെ പോകും. ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കാം. ഇന്ന് രാവിലെ ഞാൻ കിച്ചണിൽ നിന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സ്റ്റുഡൻസ് എല്ലാം ഇങ്ങനെ പോവുകയാണ്. സ്റ്റുഡൻസ് എല്ലാം ഇപ്പോൾ കുറവാണ്, അറിയാലോ, നമ്മളെ ഗ്രൂപ്പിലുള്ള ആരുമില്ല. ഇപ്പോൾ തന്നെ എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ മതി. രാവിലെയും 10 പേരിനകത്തൊക്കെ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ, 8 പേര് 7 പേരൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ 4:30 എണീച്ച് ഫ്രഷ് ആയിട്ട് വന്നാണ് 5 മണി തൊട്ട് 6 മണി വരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആൾ കുറവുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവും. എന്ന് പറഞ്ഞ് ഉഴപ്പായിട്ടൊന്നും പഠിപ്പിക്കില്ല, ഒരാളായാലും കറക്റ്റായിട്ട് പഠിപ്പിക്കും. ഓക്കെ, അവർ തരുന്ന ഫീസിന് വിലയുണ്ട്, അവരുടെ ആത്മാർത്ഥതയ്ക്ക് വിലയുണ്ട്. എല്ലാവരും ഒരുപോലെയാണ്. 10 പേര് വന്നാലും 100 പേര് വന്നാലും 2 പേര് വന്നാലും ഞാൻ കറക്റ്റായിട്ട് പഠിപ്പിക്കും. ഓക്കെ, അല്ല ഉഴപ്പി 2 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല, കറക്റ്റായിട്ട് പഠിപ്പിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ വീഡിയോ കേൾക്കുമായിരുന്നു. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോ ഇട്ടിരിക്കും, വെറുതെ കേൾക്കാൻ വേണ്ടി. അപ്പോൾ അതിലിങ്ങനെ കേട്ട വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്യുവാണ്. നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വീണു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തോൽവിയല്ല, തടസ്സമാണ്. ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ സ്റ്റുഡൻസ് പോയ വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ കേട്ടതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ പോയി. ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏണിയും പാമ്പ് പോലെയാണ്. ഏകദേശം ഒരു 100ൻ്റെ അടുത്ത് എത്താറായി, ഒരു 99 ആയപ്പോൾ പാമ്പ് വിഴുങ്ങി 0-ൽ എത്തിച്ച്. അതാണിപ്പോൾ ഞാൻ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്താണ് ഒരുപാട് സ്റ്റുഡൻസൊക്കെ ആയത്. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് കിട്ടിയാൽ ഒരുപാട് പൈസ കിട്ടും. അതിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഓരോ പ്രാവശ്യവും രാവിലെ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സന്തോഷം. ഒരു 20 പേരൊക്കെ അല്ലെങ്കിൽ 10 പേര് 20 പേരൊക്കെ വരുമ്പോൾ ഇത്രയും പേരെ നമ്മളെ കാത്തിരിക്കുന്നു, ഇത്രയും പേര് ആരോഗ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതൊന്നാമത്തെ സന്തോഷം. അടുത്ത ലൈവ് വരുമ്പോൾ ഒരു 10-20 പേര് വരുമ്പോൾ നമുക്കൊരു സന്തോഷം. പൈസ രണ്ടാമത്തെ കാര്യം. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ ഒരുപാട് പേര് വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം. അപ്പോൾ ഞാൻ മോട്ടിവേഷൻ കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, മനസ്സിലെ വിഷമമൊക്കെ പോയി. കാരണം നമ്മളൊരു വഴിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്, സന്തോഷത്തോടെ പൊക്കോണ്ട് കയറി പൊക്കോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വീണുപോയി. വീണതിൻ്റെ അർത്ഥം തോറ്റെന്നല്ല, അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു തടസ്സമാണ്. നമ്മൾ മുന്നിലോട്ട് പോകാണ്ട ഒരു തടസ്സമാണ്. അതിനെ വെട്ടി മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഫ്രണ്ടിലോട്ട് കയറിപ്പോകണം. അല്ലാതെ അവിടെ കരഞ്ഞ് വിഷമിച്ചല്ല ഇരിക്കേണ്ടത്. അതൊരു മോട്ടിവേഷൻ ഞാൻ കേട്ടതാണ്. ഒരുപാട് മോട്ടിവേഷൻ കേട്ട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മോട്ടിവേഷൻ എൻ്റെ സാഹചര്യമായിട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ എനിക്ക് എന്താണ്, കുറച്ചും കൂടെ ഒന്ന് കോൺഫിഡൻറ്റാണ്. അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പറയടാ. മൂഡ് ഓഫ്. അങ്ങനെ കുഴപ്പമില്ല. സ്റ്റുഡൻസ് കുറവായതുകൊണ്ട് ചെറിയ വിഷമമുണ്ട്. കാരണം നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് വയ്യാണ്ടായതുകൊണ്ടാണ്, മടി പിടിച്ച് ബ്രേക്ക് ആയതല്ല, വയ്യാണ്ടായതുകൊണ്ടാണ് ഇടയ്ക്ക് ബ്രേക്ക് ആയത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വരാത്തവരെല്ലാം മടി കൊണ്ടാണ് വരാത്തത്, അല്ലാതെ അവർക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ഈ ക്ലാസ് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല അവർ വരാത്തത് ശരിക്കും മടിയാണ്. യോഗ എന്ന് പറയുന്നത് 10 ദിവസം ക്ലാസ് കിട്ടി ഒരു 5 ദിവസം കൊടുക്കാതിരുന്ന ബ്രേക്കാവും. പിന്നെ അവരെ എന്തൊക്കെ ചെയ്താലും കാല് പിടിച്ചാലും അവർ തിരിച്ചു വരില്ല. ഓക്കെ, ഈ കുറേ ദിവസം ബ്രേക്കിന് ശേഷം ഞാനായാലും രാവിലെ എണീക്കുമ്പോൾ എനിക്കൊരു മടി തോന്നി. ശരിക്കും പറഞ്ഞാൽ മടി തോന്നി. കുറേ ദിവസത്തിന് ശേഷം നമ്മൾ രാവിലെ പഠിപ്പിക്കാൻ എണീച്ചപ്പോൾ ഇന്ന് എണീക്കണോ, റെക്കോർഡ് ഇട്ടാൽ പോരെ എന്ന് ശരിക്കും എനിക്ക് പോലും തോന്നി. അപ്പം ഇങ്ങനെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്ന എനിക്കിങ്ങനെ തോന്നിയെങ്കിൽ സാധാരണ ആൾക്കാരെ പറയണം ഇല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള 2 വിഷയങ്ങളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അവരുടെ ഫീലിങ്സ്. പിന്നെ മാക്സിമം ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. യോഗയുടെ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്താണ് പഠിപ്പിക്കുന്നത്. നമ്മൾ യോഗയുടെ ഗുണം അറിഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ് ശരിക്കും പറയാം, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാതിരിക്കുന്നത്. പിന്നെ ചിലപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ ഇവർക്ക് തന്നെ മെൻ്റലി മാനസികമായിട്ട് ആ ഒരു കോൺഫിഡൻറ്റും മനസ്സിന് ചെറിയൊരു ഡൗണൊക്കെ ആയി വരുമ്പോഴേക്കും വീണ്ടും യോഗ ചെയ്യണമെന്ന് തോന്നി തിരിച്ചു വരും. അങ്ങനെ ഒരുപാട് പേര് വരുന്നവരുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ പോകുന്നു. അതിൻ്റെ ഒരു ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പറയും, ഇങ്ങനെ ആൾ കുറവെന്ന് പറയുമ്പോൾ ആൾ കുറവല്ലേ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പൈസയും കുറഞ്ഞു എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ആൾക്കാർ വരുന്നില്ലല്ലോ. അവരെ തെറ്റു പറയാൻ പറ്റില്ല, കാരണം മടി വന്നാൽ തിരിച്ചു വരില്ല. രാവിലെ 5 മണിക്ക് ഇപ്പോഴും വരാത്ത ആൾക്കാരെ ഞാൻ മിസ് കോൾ അടിക്കും. അവർ വരുന്നില്ല, എന്നാലും ഞാൻ രാവിലെ 4:30 ചെല്ലുന്ന സ്ഥിരം അടിക്കുന്ന ആൾക്കാരെ മിസ് കോൾ അടിക്കും. അവർ മിസ് കോൾ കണ്ടിട്ട് തിരിഞ്ഞിടന്നുറങ്ങും. വിളിച്ച് വരുമ്പോൾ ഒരു ദിവസം അവർ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. കുറേ നാൾ വിളിച്ച് വരുമ്പോൾ അവരൊരു ദിവസം തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. മുന്നേ എന്നോട് മിസ് കോൾ അടിക്കാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവർക്ക് ഇപ്പോൾ ഞാൻ മിസ് കോൾ അടിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ശല്യമായിരിക്കാം.
പക്ഷേ കുറേ നാൾ നമ്മളിങ്ങനെ മിസ് കോൾ അടിച്ചടിച്ച് വരുമ്പോഴേക്കും അവർക്ക് തിരിച്ച് വരാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ പരിശ്രമമാണ് നമ്മുടെ വിജയം, അല്ലാതെ അവർ പോയെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഓക്കെ, പിന്നെ മൂഡ് ഓഫ് ഒന്നുമില്ല. ഫേസ് ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അതാണ് സംസാരിക്കാത്ത ഇടയ്ക്ക്. വേറൊരു ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിൽ ചാനലിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഈ റെക്കോർഡ് ചെയ്യുന്ന ദിവസമാണ് ഞാൻ സംസാരിക്കാതെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്. അതിൽ ക്ലാസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏകദേശം കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നു. ഓക്കെ, വേറെ വിഷമമൊന്നുമില്ല കേട്ടോ. ഓക്കെ, എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുക, ക്ലാസ് ക്ലോസ് ചെയ്യുക, കണ്ണടച്ചിരിക്കുക, നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ടെടുക്കുക, ബ്രീത്തിങ്, ബ്രീത്ത് ബ്രീത്തിങ്, ബ്രീത്ത് ബ്രീത്തിങ്, ബ്രീത്ത്. നമസ്കാര മുദ്ര. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ പ്രാർത്ഥിക്കുക. ചിണ്ടാവും, സെൻറ്റർ, പാമി. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമുക, 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക, മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക, 2 കൈ മുന്നിലോട്ട് കൊണ്ടുവരാം, കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണുറന്ന് നോക്കുക, 2 കൈ ഫ്രീ സപ്പോർട്ട് ചെയ്യുക, ശ്വാസം എടുക്കുക, സാവധാനം മുന്നിലേക്ക് വരാം, സാവധാനം തിരിച്ചു വരാം. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ബൈ. നാളെ കാണാം. നാളെ അല്ല, ഇനി അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിന് കാണാം.